ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കുംപൗ ചിക്കനാണ്. ഇതൊരു ചൈനീസ് ഡിഷാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ഡിഷാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നൂഡിൽസിൻ്റെ കൂടെയും കഴിക്കാം. ഞാൻ സാവിത്രി സുരേഷ്. ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുംപൗ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി 350 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, ബോൺലെസ്. അത് ആദ്യം മാരിനേറ്റ് ചെയ്യാം. എഗ് വൈറ്റ്, മൈദ, കോൺഫ്ലവർ, കുരുമുളക് പൊടി, സോയ സോസ്, അല്പം ഉപ്പ്, ഇതെല്ലാം ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ, ഒരു 1.5 ടീസ്പൂൺ മൈദ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ഒരു സ്വല്പം മതി. സോയ സോസിന് ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇതൊന്ന് 10 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം. എണ്ണ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് വറുത്തെടുക്കാം. അതിലേക്ക് ഇട്ടു ഇത് പെട്ടെന്ന് വേവും. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ മതിയുള്ളൂ. ഇതൊരു 2 മിനിറ്റോളം ആയിട്ടുണ്ടോ, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കനെല്ലാം മുരിഞ്ഞിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി ഒരു കടായി വെച്ച് നമുക്ക് ഇതെല്ലാം വഴറ്റിയെടുക്കാം. ഈ വറുത്ത എണ്ണയിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ട് കാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരു 15 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. കപ്പലിൻ്റെ എടുത്താലും മതി. ഞാൻ സാധാരണ കപ്പലിൻ്റെ എടുക്കണത്. എൻ്റെ ഭർത്താവിന് കൂടുതൽ ഇഷ്ടം ഈ കാഷ്നട്ടാണ്. അതുകൊണ്ട് ഇന്ന് കാഷ്നട്ട് എടുക്കാൻ മതി. ഇതിനി കോരിയെടുക്കാം. ഈ ഉണക്കമുളക് ഒന്ന് വറുത്തെടുക്കാം. ഇതൊരു 10-12 എടുത്തിട്ടുണ്ട്. ഇതും കോരി മാറ്റാം. ഇതിലേക്ക് കുറച്ച് സെസമി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൈനീസ് ഓതൻറ്റിക് ഫ്ലേവർ കിട്ടും. ഇതിവിടെ കിട്ടുമെന്നറിയില്ല. ഇത് ദുബായിൽ നിന്ന് മേടിച്ചതാണ്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി, ഇതൊന്ന് മരിഞ്ഞു വരുമ്പോൾ സവാള കൊടുക്കാം.
സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് സെലറി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിവിടെ ഹോം മെയ്ഡ് ആണ് കേട്ടോ, ഞാൻ തന്നെ ഉണ്ടാക്കിയത്. കാശ്മീരി ചില്ലി ഒന്ന് ബോയിൽ ചെയ്തെടുത്ത് വിനീഗർ ചേർത്ത് അരച്ചിട്ട് ഒന്ന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുത്താണ് ചില്ലി പേസ്റ്റ്. ഒന്ന് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള പൊടിയൊക്കെ ചേർക്കാം. കുരുമുളക് പൊടി, സോയ സോസ്, ടൊമാറ്റോ സോസ്, ഹണി, വൈറ്റ് വൈൻ, കുറച്ച് വൈറ്റ് വൈൻ, സ്റ്റോക്ക്, ആ ചിക്കൻ്റെ എല്ലിട്ട് വേവിച്ച് എടുത്തതാണ്. കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വയ്ക്കാം. ഉപ്പൊക്കെ നോക്കാം. ഇതിലേക്ക് ക്യാപ്സിക്കം റെഡും ഗ്രീനും ഇട്ടിട്ടുണ്ട്. വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. കാഷ്നട്ടും ചില്ലി, ഇനി 1 മിനിറ്റ് ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി. ഇട്ട് ഇറക്കാം. കുങ്കോ ചിക്കൻ റെഡിയായി. നമുക്കിനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ എഴുതണം.